നമസ്കാരം. കലഹം ഒഴിവാക്കി എങ്ങനെയെങ്കിലും പാർട്ടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശ്രമം. പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലവിലെ ശ്രമവും തീരുമാനവും. കർണാടകയിലെ ബലഗാവിയിൽ ചേരുന്ന പ്രവർത്തക സമിതിയിൽ നിർണായക ചർച്ചകൾ നടക്കും. മഹാരാഷ്ട്ര, ഹരിയാന തോൽവികൾ പഠിക്കാൻ കമ്മീഷനെ വൈകാതെ നിയോഗിച്ചേക്കും. അംബേദ്കർ വിവാദത്തിലെ തുടർ നടപടികളും യോഗം തീരുമാനിക്കുമെന്നാണ് വിവരം. ഗാന്ധിജി പങ്കെടുത്ത ബലഗാവി കോൺഗ്രസ് സമ്മേളനത്തിന്റെ 100ാം വാർഷിക സ്മരണ പുതുക്കിയാവും ബലഗാവിയിൽ പ്രവർത്തക സമിതി ചേരുക. പക്ഷേ എത്രയൊക്കെ കട്ടപ്പണി എടുത്താലും ഒരു കുടക്കീഴിൽ നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നിലവിൽ പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കുക എന്ന പ്രധാന അജണ്ടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്നത്. 2025 അഴിച്ചുപണി വർഷമെന്നും അതുകൊണ്ട് പുനഃസംഘടനയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്നുമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് അധികം ദൂരമില്ലാത്ത സാഹചര്യങ്ങളിലും സംസ്ഥാനങ്ങളിൽ പുനഃസംഘടന നടപടികൾ വേഗത്തിൽ തീർക്കേണ്ടി വരും. പുനഃസംഘടനയെന്ന് കേട്ടതോടെ കേരളത്തിലുണ്ടായ മുറുമുറുപ്പുകൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട്. കലഹം ഒഴിവാക്കാൻ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത നടപടി ആയിരിക്കുമെന്ന് AICC വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 2025 അവസാനത്തോടെ AICC തലത്തിലടക്കം പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ നീക്കം. അടുത്തിടെ പാർട്ടിക്ക് തിരിച്ചടിയേറ്റ ഹരിയാനയിലും മഹാരാഷ്ട്രയിലെയും തോൽവികൾ കൂടുതൽ ഗൗരവത്തോടെ പരിശോധിക്കും. തോൽവി പഠിക്കാനും സമിതികളെയും പ്രഖ്യാപിച്ചേക്കും. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ വെറുതെ ആവില്ലെന്നും കർശന നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന ഒരു മാസം മുൻപ് ചേർന്ന പ്രവർത്തക സമിതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ നിലവിലെ ഗ്രൂപ്പ് പോര് കോൺഗ്രസിൽ രൂക്ഷമാകാനാണ് സാധ്യത. എല്ലായിടത്തു നിന്നും ഒറ്റപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞ് ചാണ്ടിയുമ്മൻ രംഗത്ത് വന്നതാണ് ഇതിന്റെ എല്ലാം തുടക്കമെന്നും ചിലർ പറയുന്നു. തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമാക്കി KPCC പുനഃസംഘടന നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെന്നുള്ള ആശങ്കയും സുധാകരൻ മാറേണ്ടതില്ല എന്നുള്ള K മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയും കാരണം പാർട്ടി വഴിയിലായ പുനഃസംഘടനയെ കുറിച്ചാണ് ചർച്ചകൾ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പെന്ന ബാലികേറാം മലയിലേക്ക് കല്ലുരുട്ടാൻ പാകത്തിലുള്ള തയ്യാറെടുപ്പുകൾ പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിന്, പ്രത്യേകിച്ച് സുധാകരൻ പക്ഷത്തിന് ദഹിക്കുന്നില്ല എന്നാണ് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത്.